ഇതൊരു തീർത്ഥാടനം ഒരു എൻ്റർടൈൻമെൻറ്റും അല്ല ഗൈസ്. ഞാനും അച്ഛനും കൂടി നടത്തിയ തീർത്ഥാടനം എന്നെങ്കിൽ തീർത്ഥാടനം എന്ന് പറയാം, പിന്നെ അല്ലെങ്കിൽ ഫുൾ ഒരു ഉല്ലാസയാത്ര എന്ന് അങ്ങനെയും പറയാം ഗൈസ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് എങ്ങോട്ടറിയാം? പാലക്കാടേക്കാണ്. പാലക്കാടിനാണ് നമ്മൾ അടുത്ത സ്ഥലത്തിലേക്ക് പോകേണ്ട ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമ്മൾ നൈസ് നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ സാധാ കാണുന്ന കാഴ്ചകൾ കേട്ടോ. കുറേ കച്ചവടക്കാർ വരും, കണ്ടോ കച്ചവടക്കാർ തൂക്കിയിട്ടുണ്ട് കണ്ടോ. ആ ചിലവർ വാങ്ങും, ചിലവർ ചുമ്മാ അങ്ങനെ നോക്കി വിലയും ചോദിച്ചിങ്ങനെ ഇരിക്കും. നമ്മളിങ്ങനെ പോയി നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. കേരളത്തിലെ ഒരു പ്രമുഖ റെയിൽവേ സ്റ്റേഷൻ എന്ന് തന്നെ പറയാം കേട്ടോ. വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് പാലക്കാട്. കാരണം പാലക്കാട് എല്ലാവിധ സംവിധാനങ്ങളുണ്ട്. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്താ കഴിക്കുക എന്നോട് ചോദിച്ചപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ആലോചിക്കുക. അച്ഛൻ പറഞ്ഞു നമുക്ക് ചോറുണ്ണാന്ന്. അപ്പോൾ നമ്മൾ ചോറുണ്ണാനുള്ള പ്ലാനിൽ ഇങ്ങനെ നടക്കട്ടോ. അപ്പോൾ നടക്കുന്നതിൽ എനിക്ക് ട്രാക്കിലെ കാഴ്ചകളാണ്. ട്രാക്കിൽ ട്രെയിനുകൾ നിൽക്കണം, ഇവിടെ എസ്കലേറ്ററിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്കവാറും എല്ലാ റെയിൽവേ സ്റ്റേഷനും എസ്കലേറ്ററിൽ എത്തിയിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് മിക്കവാറും റെയിൽവേ സ്റ്റേഷനിലൊക്കെ. ഒരു ട്രെയിൻ എങ്ങോട്ടോ പോകാൻ വേണ്ടി കിടക്കുന്നു. നമ്മളിങ്ങനെ ട്രെയിനും നോക്കി നമ്മളിപ്പോൾ നേരെ പോകുന്നത് എങ്ങോട്ടറിയോ? പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പാകത്തേക്കാണ്. മുമ്പാകത്ത് കണ്ടോ നിങ്ങൾക്കൊരു കാഴ്ച കാണാണ്ട്. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ എന്തോ ഒരു ഭംഗിയാണ് ഗൈസ്. നമുക്ക് ആ പെയിൻ്റ് അടിച്ച് എത്രയും ഭംഗിയായി ചെയ്ത് ആ മുമ്പാകത്തേക്കും കൂടി എത്തിയ എന്താ പറയില്ലേ, ഇങ്ങനെയൊക്കെ എല്ലാ റെയിൽവേ സ്റ്റേഷനും ആയാൽ മതി നമുക്ക് തോന്നില്ല. അങ്ങനെ രീതിയിൽ കേട്ടോ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഒരുക്കിയിരിക്കണം. അല്ല കിട്ടിയില്ല കൺസ്ട്രക്ഷൻ പോലെ എൻ്റെ ഓടൊക്കെ മേഞ്ഞ് ആ പെയിൻറ്റും കൂടി ആയപ്പോൾ ഒരു പ്രത്യേക ഭംഗി. നമ്മളിതാ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഈ കാണുന്ന ഫാമിലി റെസ്റ്റോറൻറ്റിലൊക്കെ കയറുന്നു. അവിടെ ഭേദപ്പെട്ട നിരക്കിൽ ഒരു ഭേദപ്പെട്ട ഭക്ഷണം കഴിച്ചു എന്ന് പറയാം. എന്താ പറയുക ഗൈസ്, ചോറ് തെറ്റില്ലാത്ത ചോറ്, 2 തരം ഉപ്പേരി, ഒരു അച്ചാർ, പിന്നെ സാമ്പാർ എല്ലാം ഉണ്ടായിരുന്നു. അച്ഛനും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. എന്നാൽ അത് അത്ര കിടിലം ഫുഡാണെന്നും പറയില്ല, തെറ്റില്ലാത്തൊരു ഭക്ഷണം. 60 രൂപയായിട്ട് അവർ ഈടാക്കി തോന്നുന്നു. ആ പൈസയ്ക്കുള്ള സംഭവങ്ങളൊക്കെ അവർ നൽകിയിട്ട് അങ്ങനെ ആസ്വദിച്ച ഫുഡ് കഴിച്ചു. അച്ഛൻ്റെ എക്സ്പ്രഷൻ കണ്ടറിയാം. അച്ഛൻ നല്ലതായിട്ട് ആസ്വദിച്ച് ഫുഡ് കഴിച്ചു. അച്ഛൻ ഇങ്ങനെ എന്ത് ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞു അടിപൊളി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് നടക്കാം. നമ്മുടെ പഴനിക്ക് പോകേണ്ട ട്രെയിൻ വരെ ഒരു 4-5 മണിക്കൂർ സമയമെടുക്കും. നമ്മൾ അതുവരെ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അവിടെ അപ്പോൾ ട്രെയിൻ എത്തിയാൽ കയറിയിരുന്നു. ട്രെയിൻ ഓൾറെഡി അവിടെ വന്നിരുന്നു കേട്ടോ. അതിനെ നമ്മൾ പെട്ടെന്ന് കയറിയിരുന്നു. പിന്നെ അവിടെ നിന്ന് യാത്ര തുടങ്ങും. യാത്ര തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാം കേരളത്തിൻ്റേതായ പച്ചപ്പുകൾ കാണാം, തെങ്ങും തോപ്പുകളും ഹരിതാപകരമായ കുറേ കാഴ്ചകൾ. ഈ കാഴ്ചകളിലേക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നില്ല. ഞാനൊരു മ്യൂസിക് ഇട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യും. അത് എത്തുമ്പോൾ നമ്മുടെ സ്ഥലം എത്തുമ്പോൾ നമ്മൾ ബാക്കി കാര്യം നമുക്ക് അവിടെ വെച്ച് പറയാം. The back and forth has got me so messed up. Don't ignore the signs. We've had enough of the whole damn thing that we got going. You hold the strings without me knowing. Why do I have to suffer through the thinking? Why do I have the feeling that we're sinking? I need to find a way. Find a way. Find a way. Find a way out. What's all this for? It's got me turned around, but I can't ignore the feelings that I found in this whole damn thing that we got going. You hold the strings without me knowing. Why do I have to suffer through the thinking? Why do I have the feeling that we're sinking? I need to find a way. Find a way. Find a way. Find a way out.
അങ്ങനെ നമ്മൾ നമ്മളെ ലക്ഷ്യസ്ഥാനമായ പഴനി റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. പഴനി റെയിൽവേ സ്റ്റേഷൻ താരതമ്യേന തെറ്റില്ലാത്ത ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ഗൈസ്. നമ്മൾ നടന്ന ഈ കാണാണ് പഴനി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ബ്ലോക്ക് മാത്രം കേട്ടോ. ജസ്റ്റ് പുറമേ ഷോട്ടിൽ നമ്മളിവിടെ നടക്കുക. നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ റൂമിലേക്കുള്ള ലൊക്കേഷൻ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഇട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോക്കാരെ കാണാം, ആ കവാടം കാണാം. റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ കണ്ടോ കുറേ ഓട്ടോകൾ ആൾക്കാരെ കാത്തുനിന്ന് നമ്മൾ കുറേ പേര് നമ്മളെ സമീപിക്കും കേട്ടോ. ചെറിയ നിരക്കിൽ നമ്മൾ കൊണ്ടാക്കി തരാം. നമ്മളതൊക്കെ വകഞ്ഞ് മാറ്റി നമ്മൾ മുന്നോട്ട് നടക്കും കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കുറേ കച്ചവടക്കാരെ കാണാം. ഗൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഷോട്ട് എടുത്ത് നോക്കിയാണ് പറഞ്ഞു നോക്കിയതാണ് ഗൈസ്. ആ വോയിസ് ഞാൻ ഇപ്പോൾ തൽക്കാലം ഇട്ടില്ല, നിങ്ങളിപ്പോൾ ഈ വോയിസ് കേൾക്കും. അങ്ങനെ ഞാനും അച്ഛനും ബാക്കിലുണ്ട്. ഞാനും അച്ഛനും കൂടി നടക്കട്ടെ. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് പോകുന്ന വഴിക്ക് കുറേ കച്ചവട സ്ഥാപനങ്ങൾ കാണാം, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് കാണാം, ചെറിയ ചെറിയ പെട്ടിക്കടകളില്ലേ നമ്മൾ പറയില്ല, ചെറിയ ചെറിയ കിയോസ്കുകൾ പോലത്തെ ചെറിയ കടകൾ കാണാം. അതായത് നമ്മളെ പൊരിക്കടികൾ, പിന്നെ ചെറിയ മറ്റേ ചിക്കൻ്റെ കുറേ കബാബ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് കാണുന്ന കടകളൊക്കെ അവിടെ ചുറ്റുമുണ്ട് കേട്ടോ. നമ്മൾ പഴനി തീർത്ഥാടന കേന്ദ്രമാണ്. അതിൻ്റെ എത്രയാട് മുമ്പ് ഇങ്ങനെയുള്ള കുറേ കടകൾ കാണാം കേട്ടോ. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നേരെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പഴനി മാത്രം കാണുന്ന കുറേ ചില കാഴ്ചകൾ, കുതിരവണ്ടികൾ, കണ്ണമാനം കുതിരവണ്ടികൾ കേട്ടോ. അതിൽ കയറി പോകാനൊരു പ്രത്യേക രസം. ഞാൻ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ അതിൻ്റെ ഷോട്ടുകളൊന്നും ഗൈസ് കാണാനില്ല. അത് വെച്ച് കുറേ ഡിലീറ്റ് അടിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ നമ്മൾ റൂം തപ്പി നടക്കട്ടെ. അതിൻ്റെ ഇടയിൽ കണ്ടോ ചെറിയ തട്ടുകട കാണുമ്പോൾ ഇങ്ങനെ പൊരിച്ച കടി കാണുമ്പോൾ നമുക്കൊരു ആകർഷണം തോന്നും. പക്ഷേ ഗൈസ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നടക്കട്ടെ. ഞങ്ങൾ റൂമും തപ്പി ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ നേരെ നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കട്ടോ. നമ്മളെ സ്ഥലം എത്താൻ ഏകദേശമായിക്കിനും നടത്തത്തിനിടയിൽ അടുത്ത കട എത്തിയിട്ടോ. ഇവിടെ ഇതൊക്കെ നമ്മളെ പാനിപൂരി അങ്ങനത്തെ സംഭവങ്ങൾ കേട്ടോ. പാനിപൂരി, മസാലപ്പൂരി അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. ഞങ്ങൾ മസാലപ്പൂരിയാണ് മെയിനായിട്ട്. നമ്മളെ കോഴിക്കോട് നല്ലൊരു മസാലപ്പൂരി കിട്ടുന്ന ഇതുണ്ട് കേട്ടോ. എവിടെയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ റോഡില്ലേ, റെയിൽവേ സ്റ്റേഷൻ റോഡിൻ്റെ സൈഡിലൊരു പുള്ളിക്കാരൻ, ആ പുള്ളിക്കാരൻ്റെ അടുത്ത മസാലപ്പൂരി അത് അടിപൊളി. നമ്മൾ നടന്ന് നമ്മൾ റൂമിൽ ലഗേജ് കൊണ്ടുവന്ന് നേരെ പഴനി ടെമ്പിളിലേക്കകത്ത് പോകുന്നു. ഒരു പുള്ളിക്കാരൻ്റെ ക്യാമറ ഉണ്ടപ്പോൾ നേരെ മുന്നിൽ വന്ന സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി. കാരണം അവിടുന്ന് ഞാൻ ചെറിയ വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ നേരെ നടക്കട്ടോ. നേരെ നടക്കുമ്പോൾ ഇനി കാണുന്ന കാഴ്ചകൾ നമ്മൾ നേരെ പഴനി അമ്പലത്തിലേക്ക് അകത്തേക്ക് കയറാൻ ചില പ്ലാൻ ഉണ്ടോ. ആ വഴി കണ്ടോ സെക്യൂരിറ്റി ചെക്കപ്പും കണ്ട് മേലോട്ട് കയറുക ഗൈസ്. ഇവിടെയുള്ള ഷോട്ടുകൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വീഡിയോ എടുത്തില്ല ഗൈസ്, കാരണം പെർമിഷൻ ഇല്ല എടുക്കാൻ. പിന്നെ നമ്മൾ എന്തെങ്കിലും മേലേന്ന് ഒരു ഷോട്ടും കൂടി എടുത്താൽ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന കാഴ്ച നിങ്ങൾക്ക് മേലെത്തിക്കണം. പഴനി ടൗണിൻ്റെ ഒരു വിശാലമായ ദൃശ്യം നിങ്ങൾ ആ രാത്രി ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന ടൗൺ നല്ല രസമായിട്ടതിന് മേലേന്ന് അങ്ങനെ നോക്കി. അത് ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നു. എന്താല്ലേ ലൈറ്റൊക്കെ ചെറിയ ചെറിയ ലൈറ്റുകൾ ചുറ്റും ടൗണ് മൊത്തം. ഈ ഒരു ഷോട്ട് മാത്രം എല്ലാവരും എടുക്കുന്നത്. അതുകൊണ്ട് കൈസ് എടുത്ത് അല്ല മേലേന്ന് എടുക്കാൻ ഫുള്ള് സെക്യൂരിറ്റി ഗാർഡാണ്. പിന്നെ കുറേ തവണ അനൗൺസ്മെൻറ്റ് വരുന്നു ഇവിടെ വീഡിയോ എടുക്കരുത്. പിന്നെ എടുത്തു കഴിഞ്ഞ അവസാനം വ്യൂസിന് വേണ്ടി ഞാൻ എടുക്കാൻ അങ്ങനെ നിൽക്കലില്ല ഗൈസ്. വെറുതെ നമ്മളെ പൊക്കിയാൽ പിന്നെ വെറുതെ എന്തിനാ ഗൈസ് വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ താഴത്തേക്ക് തന്നെ എത്തിയിട്ടോ. താഴത്തേക്ക് എത്തി നിങ്ങൾക്ക് കാണാൻ കുറേ കച്ചവട സമയം. എത്ര പോലെ ആൾക്കാർ, നേരെ ഒന്നും ഇവിടെ ഒരു വിഷയമല്ല ഗൈസ്. എത്ര പോലെ ഭക്തരാ അറിയൂ, ചുറ്റും നിറഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ നൈസായി കുറേ കച്ചവട ഷോപ്പുകൾ നോക്കാം. കണ്ടോ ഈ സൈഡിൽ ഫുള്ള് കച്ചവടം. കാരണം പൂജാദ്രവ്യങ്ങൾ, ടോയ്സ്, പിന്നെ നമ്മളെ ചെറിയ ചെറിയ പാത്രങ്ങൾ, പൂക്കൾ, വളകൾ, പിന്നെ തുണി ഐറ്റംസ്, അങ്ങനെ എല്ലാം ഉണ്ട് ഗൈസ്. ഇവിടെ നടന്ന് നിൽക്കുമ്പോൾ ഞാനൊരു ഷോപ്പ് ശ്രദ്ധിച്ചിട്ടോ. നമ്മളെ ഫിറോസ്കയുടെ പേരും വെച്ച് കുറേ കുലുക്കി സർവത്തടിക്കുന്ന കടകളുണ്ട് കേട്ടോ. ഞാൻ ആ കടകളെ എത്തുമ്പോൾ കാണിച്ചു തരാം. നടക്കുമ്പോൾ നമ്മൾ വീണ്ടും തുടങ്ങിയിട്ടോ വിശപ്പ്. പിന്നെ നോക്കണേ എവിടെ നല്ല തട്ടുകട, അങ്ങനെ ദോശ ഉണ്ടാക്കുന്ന പിടി. ഇവിടെ കയറി ചെറിയ അബദ്ധമൊക്കെ പറ്റി. ഞങ്ങൾ ദോശ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ വെച്ച് പാർസലായി. ഇന്നിപ്പോൾ ദോശ അടിക്കാൻ കുറേ നേരം പിടിച്ച് ഞങ്ങളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അവസാനം ഞങ്ങളൊന്നും വേണ്ട അതിന് പാർസൽ എന്നോളിയും പറഞ്ഞാൽ ദോശ പാർസലും വാങ്ങി നേരെ റൂമിൽ പോയി കഴിച്ചിട്ടു. ആ റൂമിൽ പോയി കഴിച്ച് നമ്മൾ വീണ്ടും ഇറങ്ങണം എങ്ങോട്ടോ അറിയാം. പഴനീൻ്റെ രാത്രി കാഴ്ചക്കണം. രാത്രി കാണേണ്ട കാഴ്ച പകൽ കിട്ടൂലല്ലോ കഴിച്ച്. നമ്മളിപ്പോൾ കടന്നുറങ്ങുകയായിരിക്കും, അത്രയും കാഴ്ചകൾ മിസ്സാവും. കാരണം അത്ര ജനനിബിഡമാണ് ഈ സമയത്ത് അവിടെ ഫുള്ള്. അപ്പോൾ ആ കാഴ്ചകൾ ഒരിക്കലും മിസ്സാവും. നിങ്ങൾ പ്രേക്ഷകർക്ക് ഞാൻ അങ്ങനത്തെ കാഴ്ചകളിലെ കാണിച്ചാൽ ഞങ്ങൾ വീണ്ടും റൂമിലെത്തി വീണ്ടും തിരിച്ചിറങ്ങിയിട്ടോ. പിന്നെ അങ്ങോട്ട് ഫുള്ള് കച്ചവട സ്ഥാപനങ്ങളും ചെറിയ ചെറിയ തട്ടുകടയുടെ കാഴ്ചകൾ കേട്ടോ. പിന്നെ ജനം നിബിഡമാണ്. കാരണം അങ്ങോട്ട് തിരിച്ച ക്യാമറ വെച്ചാൽ ഫുള്ള് ജനമാണ് ഗൈസ്. കണ്ടോ ജനം ഒഴുകാണ് ഇവിടെ. എത്ര പോലെ ഭക്തരായാലോ, ഭക്ത നിബിഡമാണ് കേട്ടോ പഴനി മുഴുവൻ. പിന്നെ ഇങ്ങനത്തെ ഷോപ്പുകൾ, ഈ ഷോപ്പുകാരൊക്കെ എത്ര വരുമാനം കണ്ടോ. ചെറിയ ചെറിയ കളിപ്പാട്ടക്കടകൾ. അങ്ങനെ നമ്മൾ നടക്കട്ടോ. നടക്കുമ്പോൾ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ വീണ്ടും കാണാം കേട്ടോ. പിന്നെ ഇതാണ് കാഴ്ച, മെയിൻ കാഴ്ച പഴനിമല. രാത്രി ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന പഴനിമല കാണാം. പഴനി അമ്പലവും ആ പഴനിമലയും കാണാൻ ഭയങ്കര ഭംഗിയാണ് കാഴ്ച. വെറുതെ എല്ലാവരും നിന്നു. പിന്നെ ഇവിടെ കേബിൾ കാർ ശൃംഖല കേട്ടോ മേലോട്ട് പോകാൻ. അതിൻ്റെ ഞാൻ രാത്രി പോയി നോക്കി. രാത്രി പ്രവർത്തിക്കില്ലല്ലോ, ജസ്റ്റ് എൻ്റെ പുറത്ത് പോയി വീഡിയോ കാണാം. ഈ ഏരിയയിൽ നമ്മളെ ഇത് വരുന്നുണ്ട്, നമ്മളെ റൂം വരുന്നുണ്ട്. അപ്പോൾ റൂമിൻ്റെ ഒരു ഷോട്ട് കാണിച്ചിട്ട് വെച്ച് എടുത്താൽ കേട്ടോ. നമ്മളിന്ന് നേരെ നടക്കുകയാണ്. വീണ്ടും കണ്ടോ പഴനി തെരുവിലൂടെ നമ്മളിങ്ങനെ നടക്കുക. ചുറ്റും കണ്ടോ കച്ചവട സ്ഥാപനങ്ങൾ. പിന്നെ വീണ്ടും കണ്ടോ വീണ്ടും മറ്റൊരു റെസ്റ്റോറൻറ്റ്.
അവിടെ എന്തോ പുള്ളിക്കാരൻ ദോശയും ഓംലേറ്റും എന്തൊക്കെ അടിച്ചു കൊടുക്കുന്നത് ഗൈസ്. ഞങ്ങളുടെ ഫുഡിൻ്റെ ഏരിയ കാണുമ്പോൾ ചെറിയ ഷോട്ട് എടുക്കും. വീണ്ടും കണ്ടോ പഴനി എത്തി, പഴനി അമ്പലത്തിൻ്റെ ആ മറ്റേ പഴനിമല കാണുന്ന സ്ഥലത്ത് എത്തി. അവിടെ നിന്നും കുറച്ച് വീഡിയോസ് എടുത്തു. വീണ്ടും നടക്കുക കേട്ടോ. നമുക്കിനി ഈ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിൽ വലിയ അർത്ഥം ഉണ്ടെങ്കിൽ തോന്നും. നമ്മൾ അടുത്തൊരു പാട്ടിൽ ഇവിടുന്ന് തൊട്ട് ബാക്കി കാഴ്ചകൾ കാണിക്കും. കാരണം നമ്മൾ പഴനിയിൽ നിന്ന് ഒരുപാട് സ്ഥലത്തേക്ക് പോയി. നമ്മൾ ഈ യാത്ര 4-5 സ്ഥലങ്ങളിൽ പോയി നമ്മൾ നാട്ടിലേക്ക് തിരിച്ചിട്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചൊരു വീഡിയോയിൽ കാണിച്ചാൽ അത് നിങ്ങൾക്ക് ബോറാവും. കാണുന്നേരെ കണ്ടോ തട്ടുകടകൾ, ഇതൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് ഗൈസ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.